പോയി ഫ്രണ്ട്സ് കൂപ്പിട്ട് വാ. ഈശ്വര, എന്തെങ്കിലും എവിടെ പോയി ഇവന്മാരൊക്കെ? മുട്ടായി വരാം. வாங்க, ரைட் 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 ரைட், லெஃப்ட்ல திருப்புங்க, ரைட் ரைட் வாங்க, ரைட் ரைட் வாங்க, கோல்டன் கோல்டன். என்ன இது? பைப்பு. எதுக்கு? இந்த தெருவுக்கு தண்ணி வரப்போகுது. இங்க? ஆமா. ദൈവമേ, ഇത്ര പെട്ടെന്നോ? ഏയ്, പൈപ്പ് വந்தாச்சு. ഏയ്, പൈപ്പ് 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 വந்தாச்சு. പൈപ്പ്? ആ, പൈപ്പ് വந்தாச்சு. എന്തുടാ? நம்ம தெருவுல பைப் வந்துருச்சு. ஏன் அப்பவே சொல்லலையே விஸ்வ சார் பெரிய ஆளுன்னு? வாங்கயா, வாங்க வாங்க வாங்க. இவ்வளவு சீக்கிரமா வரும் நான் நினைக்கவே இல்லையா? விஸ்வ சார் கூப்பிடு, சொல்லு. விஸ்வ சார், விஸ்வ சார், வாயே. ஏய் சோசிப்பு, வாயா. விஸ்வ சார் கூப்பிடுங்கயா. எங்க போயிட்டீங்க? எங்கயா? கூப்பிடுங்க, பைப். விஸ்வ சார், விஸ்வ சார், பைப். എന്താണ് പുറത്തൊരു ബഹളം? അവിടെ പൈപ്പ് പൈപ്പ് എന്ന് ആളുകൾ വിളിച്ചു കൂവുന്നു. എന്റെ പേര് വിളിച്ചു പറയുന്നുണ്ട്. നീ അവരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് പൈപ്പ് കൊണ്ടുവരാത്തോണ്ട് ആളുകൾ ക്ഷുഭിതരായിരിക്കുകയാണെന്ന് തോന്നുന്നു. ഓ, എന്റെ ഈശ്വര. പൈപ്പ് വന്നു, പൈപ്പ് വന്നു, പൈപ്പ് വന്നു. വന്നില്ലെങ്കിൽ അത് വരുത്താൻ വേണ്ടി ഞാൻ ഓടുകയായിരുന്നു. അതെ എടാ മുകുന്ദ, എന്റെ പരിശ്രമ ഫലമായി ഇവിടെ പൈപ്പ് വന്നടാ. മനസ്സിലായടാ, നീ വരുത്തുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. വിശ്വനാഥൻ സാർ, വിശ്വനാഥൻ സാർ, വിശ്വനാഥൻ സാർ, വിശ്വനാഥൻ സാർ, വിശ്വനാഥൻ സാർ, വിശ്വനാഥൻ സാർ. അതാ നിർത്തണോ? എന്റെ എഞ്ചിനീയർ പറഞ്ഞിട്ടാണ് ഈ പൈപ്പ് കൂടി ഇറക്കിയത്. ഇനി നിന്റെ വീട്ടിൽ പറഞ്ഞാൽ മതി, ഞങ്ങളെ വിശ്വസിക്കത്തില്ല. ഇത്ര നാൾ എവിടെയായിരുന്നു നിന്റെ എഞ്ചിനീയർ? നോണ പറയാണ് കവാൽ. അയാളെ വെറുതെ വിട്ടേക്കൂ. അങ്ങനെ വെറുതെ വിടണ്ട. എന്റെ എഞ്ചിനീയർ இங்க தண்ணி வருவதற்கு முயற்சி பண்ணின என்னோட அருமை நண்பன் விஸ்வநாதன் வாழ்க, விஸ்வநாதൻ வாழ்க. നിർത്തുക. തിരുനെൽവേലി മുത്തുകൃഷ്ണൻ എന്നെ കൈ ഒഴികയില്ലെന്ന് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ലേ? സുഹൃത്തുക്കളെ, എന്റെ എഞ്ചിനീയർ എന്റെ ഫ്രണ്ടിനെ കൊച്ചാക്കാൻ നോക്കണ്ട, ഞാൻ സമ്മതിക്കില്ല. നീ വന്നേ. என் அருமை நண்பர்களே, உடனடியாக இங்க தண்ணியும் வரும். எனக்கு அர்ஜென்டாக வேறொரு பொது பிரச்சனைக்காக செக்ரட்டரியேட் வரைக்கும் போனோம். அது வரைக்கும் விடபெறுகிறேன், விடபெறுகிறேன். எல்லாரும் விடபெறுகிறேன். നീ കാരണം ഈ തെരുവിൽ എനിക്കൊരു പേരായി. ഇതൊക്കെ എത്രയോ ചെറിയ കാര്യം. ഇത് ചെറിയ കാര്യമൊന്നുമല്ല. ആളുകളൊക്കെ കണ്ണ് തള്ളിയിരിക്കുക. നീ എന്റെ അടുത്ത് വരാൻ എന്റെ ഇത്ര വൈകിയത്? മുകുന്ദ, ധർമ്മ സംസ്ഥാപനാർത്ഥായാം സംഭവാമി യുഗേ യുഗേ. ആ, അതാണ്. നിനക്ക് എന്റെ പേരിൽ ഒരു അഭിമാനം തോന്നുന്നുണ്ടല്ലേ? എന്നാ നീ എനിക്കൊരു ഉപകാരം ചെയ്യണം. എന്താ? എനിക്ക് വേണ്ടി നീ ഒരു എസ്ഐയുടെ മകനായിട്ട് അഭിനയിക്കണം. അല്ലാതെ നിവൃത്തിയില്ല. എനിക്കൊരുത്തൻ കുറച്ച് രൂപ തരാനുണ്ട്. സത്യത്തിൽ അത് വാങ്ങിക്കാൻ കൂടിയാണ് ഞാനിവിടെ വന്നത്. എന്നിട്ട് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അവൻ ആളല്പം പിരിലൂസാ. ഞാൻ രൂപ കൊടുത്തത് അവനിപ്പോ ഓർമ്മയില്ലത്രേ. ഒടുവിൽ നിവൃത്തിയില്ലാതെ വന്നപ്പോ ഞാൻ അവന്റെ മർമ്മത്ത് കയറി അങ്ങ് പിടിച്ചു. എന്ന് വെച്ചാൽ അവൻ ഈ ലോകത്ത് ഒരേ ഒരു പേടി പോലീസുകാരെയാണ്.
ഞാൻ അവനോട് പറഞ്ഞു ഇവിടുത്തെ എസ് ഐയുടെ അടുത്ത് ഒരു കംപ്ലൈന്റ് കൊടുത്തിരിക്കുകയാണ്, കാശ് തന്നില്ലെങ്കിൽ പിടിച്ചകത്താക്കുമെന്ന്. അവൻ വരണ്ടു. അപ്പോ നീ ഇവിടുത്തെ എസ് ഐയുടെ അടുത്ത് കംപ്ലൈന്റ് കൊടുത്തിട്ടില്ലല്ലേ? അങ്ങനെ ഒരു എസ് ഐ എനിക്കിവിടെ ഇല്ലല്ലോ. ആ അപ്പൊ ആ എസ് ഐ ആയിട്ട് ഞാൻ അഭിനയിക്കണം. എസ് ഐയുടെ മകനായിട്ട് അഭിനയിച്ചാ മതി. അച്ഛനോട് പറഞ്ഞ് കേസ് പിൻവലിപ്പിക്കണമെന്നും പറഞ്ഞ് അവൻ വരും. നിന്റെ അവൻ കാശും തരും. അത്രേ ഉള്ളൂ, ഞാൻ അഭിനയിക്കാം. നല്ലതുപോലെ ഒന്ന് വരട്ടിയേക്കണം. ഞാന് അപ്പോ ഞാൻ ഓഫീസിൽ വിളിച്ചോണ്ട് വരാം. ഞാൻ ഓഫീസിൽ പോകാൻ റെഡി ആവട്ടെ. എത്ര മണിക്കാണ് വരാൻ പറഞ്ഞിരുന്നത്? 10:30 സാർ. ഇപ്പോഴെത്രയായി? 10:30 കഴിഞ്ഞതേ ഉള്ളൂ. നോ, 10:33 അത് ശരിയാ. ഏത് ശരി? 10:30 എന്ന് പറഞ്ഞാൽ 10:30 ആയിരിക്കണം. വെറും 3 മിനിറ്റല്ലേ സാർ? 3 മിനിറ്റിന് വിലയില്ലേ? ഒരു ന്യൂക്ലിയർ ബോംബ് പൊട്ടി ഒരു നഗരം കത്തി നശിക്കാൻ 1 മിനിറ്റ് മതി. ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. യെസ് സാർ. വേറൊരു കാര്യം, കാശ് കൊടുക്കുക എന്നല്ലാതെ ഒരക്ഷരം ചോദിക്കുകയോ പറയുകയോ ചെയ്യരുത്. എല്ലാം ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. ജോലി പോയിട്ട് ജോ എന്ന് പോലും മിണ്ടരുത്. ആള് മഹാദേശക്കാരനാ. അല്ല, ഒരാഴ്ചയ്ക്ക് ജോലി കിട്ടും അല്ലേ സാർ? കിട്ടുമെന്ന് ഒരു തവണ പറഞ്ഞതല്ലേ. ഇനി അഥവാ ഇത്തിരി വൈകിപ്പോയാലും ഈ ഓഫീസറെ ശല്യം ചെയ്യരുത്. ഓക്കെ? യെസ് സാർ. സാർ, ഇതാണ് ഞാൻ പറഞ്ഞ ആള്. നമസ്കാരം. കാശ് കൊണ്ടുവന്നിട്ടുണ്ടോ? കൊണ്ടുവന്നിട്ടുണ്ട് സാർ. എങ്കിൽ തന്നിട്ട് പോയിക്കോളൂ, ബാക്കി കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. ഒരാഴ്ചക്കാവും. ഒരക്ഷരം മിണ്ടി പോരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? സോറി സാർ. വരട്ടെ. പോയിക്കോളൂ. പോലീസിന്റെ കാര്യം പറഞ്ഞിരുന്നില്ലെങ്കിൽ ഈ ജന്മത്തിൽ കാശ് കിട്ടില്ലായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ പെർഫോമൻസ്? അയ്യോ, മനോഹരമായിരുന്നു. അപ്പോ ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. അവൻ ചിലപ്പോ ഇനിയും വരും കേസ് പിൻവലിച്ചോന്ന് അറിയാൻ. മൈൻഡ് ചെയ്യണ്ട. വല്ല പിച്ചും പേയും പറഞ്ഞാൽ തന്നെ നീ ശ്രദ്ധിക്കണ്ട. വല്ല വട്ടനല്ലേ പാവം. കാശ് എടുത്തപ്പോ തന്നെ ഒരു കള്ള ലക്ഷണം. നീ ശ്രദ്ധിച്ചു അല്ലേ? അതെ അതെ. അപ്പോ എനിക്കിന്നൊരു കൂടിക്കാഴ്ച ഉണ്ട്. നമുക്ക് വൈകുന്നേരം കാണാം. ഓക്കെ? പാവം, ഇത്ര ചെറുപ്പത്തിലേ വട്ടായിപ്പോയല്ലോ. കഷ്ടം. ഇനി 1 മാസത്തിനകം വെള്ളത്തിന്റെ ഏർപ്പാട് ശരിയാകുന്ന വിശ്വം പറയുന്നത്. ആ കുമാരൻ നായർ നിങ്ങളും കൂടെ എന്തെല്ലാം അഭ്യാസങ്ങളാ കാണിച്ചത്? എന്നിട്ട് വല്ലതും നടന്നോ? കണക്ഷൻ തരാൻ ഇത്രയും വൈകിയതിനെ മന്ത്രി ഈ കൊച്ചിനോട് ക്ഷമ ചോദിച്ചു അത്രേ. മുകുന്ദനെ പോലൊന്നും അല്ല ഇവൻ. എന്തൊരു ചൊണയ സാമർഥ്യ. എന്തായാലും മുകുന്ദന്റെ സുഹൃത്തായതുകൊണ്ടല്ലേ അവനിവിടെ വന്നതും ഇതെല്ലാം ചെയ്യുന്നതും. അല്ല, ഞാൻ രണ്ടുപേരും തമ്മിലുള്ള ഒരു വ്യത്യാസം പറയായിരുന്നു. എന്ത് വ്യത്യാസം? അല്ലെങ്കിലും എല്ലാ മനുഷ്യരെയും ഒരേ അച്ചിലിട്ട് വാർക്കുന്നതല്ലോ. മുകുന്ദൻ പാവം, നല്ല കുട്ടി. അപ്പൊ വിശ്വം മോശമാണെന്നാ എന്ന് ഞാൻ പറഞ്ഞോ? അല്ല പിന്നെ. മുകുന്ദകൃഷ്ണൻ കർത്ത അകത്തുണ്ടോ? പേര് വല്ലാതെ നീണ്ടുപോയി അല്ലേ? കുഴപ്പമില്ല. ആ പിന്നെ റേഷൻ കാർഡിന് കണക്കെടുക്കാൻ ആള് വന്നിരുന്നു. എന്നിട്ട് പേര് വിവരങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു. അയ്യേ, ഇതെന്താ തുണികളൊക്കെ ഇങ്ങനെ ഇട്ടിരിക്കുന്നത്? ഒക്കെ മുഷിഞ്ഞിരിക്കുന്നല്ലോ. നേരം കിട്ടുന്നില്ല. പെർമനന്റ് ആയതുകൊണ്ട് ഫുൾ ടൈം പണിയാ ഓഫീസില്. എന്നാ പിന്നെ ലോണ്ടറി കൊടുത്തൂടെ? ഇപ്പൊ പിന്നെ ബോണസും ടിഎ ഡിഎ ഒക്കെ കിട്ടുന്നതല്ലേ? തമാശയല്ല, ഉള്ളതാ. ഞാനും തമാശ പറഞ്ഞല്ല. ലോണ്ടറിയിൽ ഞാൻ കൊടുക്കാം. എനിക്ക് ഇനിയും പറയാതിരുന്നാൽ സത്യം പറയാലോ. എനിക്ക് സുമിത്രയോട് പ്രേമമാണ്, സ്നേഹമാണ്. ഒരു കത്ത് തരണമെന്ന് വിചാരിച്ചിട്ട്, പക്ഷേ എനിക്കും കല്യാണപ്രായം, സുമിത്രയ്ക്കും കല്യാണപ്രായം. അത് സുമിത്രയ്ക്ക് എന്നെ ഇഷ്ടമാണോ? എഞ്ചിനീയറും മാങ്ങാത്തോലി ഔസേപ്പർ കള്ളനാടാ. അവൻ പറയുന്നത് നീ വിശ്വസിക്കുന്നു?
ഔസേപ്പ് പറഞ്ഞിട്ടാ അത്രേ പൈപ്പ് വന്നത്. അതിരിക്കട്ടെ, നിനക്ക് എന്ന് മുതലാ ടെന്നീസിലൊക്കെ കമ്പം കയറിയത്? അയ്യോ, കമ്പം ഉണ്ടായിട്ടൊന്നും അല്ല. ഞങ്ങളുടെ MD ഒരു ടെന്നീസ് ഭ്രാന്തനാ. ഏതോ ഒരു തുക്കട ടൂർണമെന്റില് പുള്ളി ഇന്ന് കളിക്കുന്നു. ഓഫീസിലെ മുഴുവൻ സ്റ്റാഫും കളി കാണാൻ ചെന്നില്ലെങ്കിൽ MD പിണങ്ങും. കഴിഞ്ഞ പ്രാവശ്യം കളി കാണാൻ ചെന്നില്ല എന്ന് പറഞ്ഞ് അസിസ്റ്റന്റ് മാനേജറെ പിരിച്ചുവിട്ട പാർട്ടിയാ പുള്ളി. നിന്റെ MD-യുടെ പേരെന്തുവാ? CP മേനോൻ. ഇവാൻ ലണ്ടൻ ബോറിസ് ബർക്കർ മാസ്റ്റേഴ്സ് புக்கு விடுமா வேண்டாமா? இல்ல, ஒரு விஷயம் பார்த்துட்டு வாங்கலாம்னு நினைச்சு അങ്ങനെ ரொம்ப நேரமா பாத்துக்கிட்டு இருக்கேன், காசு கொடுக்காம படிச்சுட்டே இருக்கிறியே. ஆமா தெரியும், இந்த மாஸ்டர்ஸ் டூர்னமெண்ட் பத்தி எனக்கு ஒரு விஷயம். போயா, காலம் காத்தால சனிய மாதிரி. அட போயா. ഗുണശീലം നാരായണൻ മേലൂർ ജില്ല